ശ്രീ MB സന്തോഷ് എഴുതിയ കഥ മഴവില്ല്. പേര് അവൾ പേര് പറഞ്ഞു. നക്ഷത്രം അവൾ നക്ഷത്രം പറഞ്ഞു. പേരും നക്ഷത്രവും കേട്ട് കമ്പിയഴികൾക്കപ്പുറത്തിരുന്ന് രസീത് എഴുതിക്കൊണ്ടിരുന്ന ആൾ മുഖമുയർത്തി നോക്കി. ആ നോട്ടം അവളുടെ ഹൃദയത്തിലേക്കാണ് ചൂഴ്ന്നിറങ്ങിയത്. ദൈവമേ, ഇത് ഒരു കാലത്ത് എന്നും കാണണമെന്ന് ആഗ്രഹിച്ച മുഖം. തീക്ഷ്ണമായ ആ കണ്ണുകളിൽ പതിയണമെന്ന ആഗ്രഹത്താൽ അതിനായി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. ഒരു ദിവസം കാണാതെ പോയാൽ അന്ന് ഹൃദയഭാരം കൊണ്ട് കാല് മുന്നോട്ട് നീങ്ങാനാവാത്തതുപോലെയായിരുന്നു. അവൾ ഞെട്ടലോടെ നിൽക്കുമ്പോൾ അകത്തുനിന്ന് തുക പറഞ്ഞു. അവൾ ബാഗ് തുറന്ന് പേഴ്സ് എടുത്ത് പണം നൽകി. അതെ, അദ്ദേഹം തന്നെ. അവൾക്കുറപ്പായി. അതേ ശബ്ദം. പേരും നക്ഷത്രവും ഒന്നായത് അവളുടെ അമ്മയുടെ താല്പര്യമായിരുന്നു. ദൈവവും ക്ഷേത്രവും വിശ്വാസവും അവരുടെ രക്തത്തിൽ അലിഞ്ഞുപോയിരുന്നു. അതുകൊണ്ട് തന്നെ പിറക്കുന്നത് മകളാണെങ്കിൽ ജന്മനാളിൻ്റെ പേര് തന്നെ ആവുന്നതാവും ദൈവാനുഗ്രഹത്തിന് ഏറ്റവും നല്ലതെന്ന് ജ്യോതിഷിയുടെ വാക്കുകൾ അനുസരിക്കാൻ അവളുടെ അമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ആശ്വസിപ്പിച്ചു. അതിനെന്താ, എത്ര മനോഹരമായ പേരാ ഇത്. ഒരു നക്ഷത്രത്തിൻ്റെ പേരല്ലേ? മാത്രമല്ല ദീപം തെളിക്കുന്ന നാളും. അവൾക്കതൊക്കെ പുതിയ അറിവുകളായിരുന്നു. രസീതും ബാക്കി പണവും നാണയങ്ങളും കിളിവാതിലിലൂടെ പുറത്തേക്ക് നീണ്ടപ്പോൾ അവൾ കണ്ടു. വർഷങ്ങൾക്ക് മുമ്പേ അവൾക്ക് പരിചയമുണ്ടായിരുന്ന കൈവിരലുകൾ. ആ വിരലുകളിൽ ഒന്ന് തൊടാൻ കൊതിച്ച കാലം. പിന്നെ ആ വിരലുകളിൽ കൈകോർക്കാൻ നേർച്ച നേർന്ന നാളുകൾ. പിന്നീട് ആ കൈവിരലുകളിൽ കൈകോർത്ത് നടന്നപ്പോൾ ജീവിതത്തിലെല്ലാം നേടിയെന്ന് അഹങ്കരിച്ചത്. ജീവിതത്തിൻ്റെ അർത്ഥം അതാണെന്ന് ആഹ്ലാദിച്ചത്. ഒരു നിമിഷം സംശയം നിന്ന ശേഷം അവൾ ചോദിച്ചു, താങ്കൾ? ദയവ് ചെയ്ത് പിന്നിലേക്ക് നോക്കൂ, അയാൾ അഭ്യർത്ഥിച്ചു. അപ്പോൾ ആ കണ്ണുകൾ മൂർച്ചയോടെ തിളങ്ങിയോ? അവൾക്ക് പിന്നിൽ ഭക്തർ വലിയൊരു നിരയായി രൂപം പൂണ്ടിരുന്നു. മുമ്പൊരിക്കൽ കോളേജിലെ പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് വാങ്ങുന്നതിന് ലൈബ്രറി ഡ്യൂസ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനുള്ള വലിയ നിരയുടെ ഏറ്റവും പിന്നിലായിരുന്നു അവൾ. പൊടുന്നനെയാണ് അയാൾ വന്നത്. അവളുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങി. ഇങ്ങനെയാണോ എഴുതുന്നത്? അയാൾ ചോദിച്ചു. അയാൾ എഴുതിയിരുന്ന കവിതകൾ മുഴുവൻ കാണാപ്പാഠമായിരുന്ന കാലമാണത്. അതുകൊണ്ട് തന്നെ അവൾ കുസൃതിയോടെ പറഞ്ഞു, ഇതേ ലൈബ്രറിയിൽ കുടിശ്ശികയില്ല, പുസ്തകങ്ങളൊന്നും എൻ്റെ കൈവശമില്ലെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാനല്ലേ. അതിന് കവിത എഴുതുന്നതിൻ്റെ സാഹിത്യമൊന്നും വേണ്ട. അങ്ങനെയല്ല, എന്തിലും നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ വിരൽപ്പാട് പതിയണം. ഇവിടെ നിന്നോളൂ, ഞാൻ അപേക്ഷ എഴുതിക്കൊണ്ട് തരാം. ആൾ ആ അപേക്ഷയുമായി അകത്തേക്ക് പോയി. അപ്പോഴേ തീരുമാനിച്ചു, തൻ്റെ കയ്യിലിരുന്ന അപേക്ഷയെ കൊടുക്കൂ. കവി എഴുതി തരുന്ന അപേക്ഷ എനിക്ക് എന്നെന്നും സൂക്ഷിക്കാനാണ്. അതെൻ്റെ സ്വകാര്യ സ്വപ്നം, എൻ്റെ സ്വന്തം സന്തോഷം, എൻ്റെ 5 മിനിറ്റിനുള്ളിൽ വന്ന് ഒരു കടലാസ് കയ്യിൽ തന്നു. ആകാംക്ഷയോടെ അപേക്ഷയിലെ കവിത വായിക്കാൻ നോക്കിയപ്പോൾ ലൈബ്രറിയിൽ നിന്നുള്ള നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ്. അപ്പോഴും ആ വലിയ ക്യൂ കാൽഭാഗം പോലും പിന്നിട്ടിരുന്നില്ല. വർഷങ്ങളാണ് കടന്നുപോയത്. ഹൃദയത്തിലേക്ക് സ്നേഹം ആദ്യമായി അവസാനമായും ചൊരിഞ്ഞ മനുഷ്യൻ.
ആ മനുഷ്യൻ ഈ ആശ്രമത്തിലെ അന്തേവാസിയോ? ഒരു കാലത്ത് ചുവന്ന സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ പോരാടിയ ചെറുപ്പക്കാരൻ. ആ പ്രസംഗവും വരികളും ആവേശിച്ച ചെറുപ്പക്കാരുടെ തലമുറ. ആ മനുഷ്യൻ ഇന്നീ ആശ്രമത്തിലെ അന്തേവാസിയോ? മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറഞ്ഞു തന്ന ആളിന് ഇങ്ങനെ മാറാനാവുമോ? അയാളെ കാണാനും കേൾക്കാനും വേണ്ടി മാത്രം അയാളുടെ പ്രസംഗവും കവിത ചൊല്ലലും ഉണ്ടായിരുന്നിടത്തെല്ലാം മുന്നിൽ ചെന്നിരുന്ന കാലം. അപ്പോഴൊക്കെയും ഉറപ്പായിരുന്നു തൻ്റെ തീക്ഷ്ണ പ്രണയം അയാൾക്ക് അവഗണിക്കാനാവില്ലെന്ന്. ഒടുവിൽ പിശുക്കിൻ്റെ മടിശീല അഴിക്കുന്നത് പോലെ ലുബ്ധിച്ചൊരു ചിരി. അത് കിട്ടുമ്പോൾ വസന്തം ഒന്നാകെ പ്രത്യക്ഷപ്പെട്ടതുപോലെയായിരുന്നു. പ്രസംഗവേദിയിലിരുന്ന് മുന്നിൽ സദസ്സിനെ നോക്കുന്ന വിദ്യാർത്ഥി നേതാവ്. അമ്മയിൽ നിന്ന് കിട്ടിയ വിശ്വാസവും ദൈവവും ജാതകവും ജ്യോത്സ്യവുമെല്ലാം കെട്ടുപിണഞ്ഞതായിരുന്നു അവളുടെ ലോകവും. സ്വപ്നം കാണുന്ന അയാളോടൊപ്പമുള്ള ജീവിതത്തിന് അവൾ അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഒരു ദിവസം അവൾ വന്നപ്പോൾ മുഖത്തിന് പതിവ് തെളിച്ചമില്ലായിരുന്നു. എൻ്റെ പൂമ്പാറ്റയ്ക്ക് ഇന്ന് എന്തു പറ്റി? അയാൾ ചോദിച്ചു. അവളുടെ കയ്യിൽ ആ ആഴ്ചത്തെ വാരികയുണ്ടായിരുന്നു. അവൾ അതെടുത്ത് തുറന്നു വായിക്കാൻ തുടങ്ങി. ഈ നക്ഷത്രക്കാർക്ക് കൂടുതലും കച്ചവട മനസ്ഥിതിയാണ്. പ്രേമത്തോട് താല്പര്യമുണ്ടെങ്കിലും പ്രേമം വേറെ ജീവിതം വേറെ എന്നതായിരിക്കും ഇവരുടെ രീതി. ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിലായിരിക്കും ഇവർക്ക് താല്പര്യം. അവളുടെ വാക്കുകൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. എൻ്റെ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ്, ഞാൻ ഇങ്ങനെയാ, അവൾ ചോദിച്ചു. അയാൾ അവളെ നോക്കി അലിവോട് ചിരിച്ചു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. സ്വന്തം വിശ്വാസം വിശദീകരിച്ചിട്ട് കരയുന്നത് എന്തിനാ? ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ, എന്നെ ഉള്ളിടത്തോളം ഞാനും കാലങ്ങളോളം ഒപ്പമുണ്ടായിരിക്കും. പൊടുന്നനെ അയാളുടെ ചുണ്ടുകൾ പൊത്തി അവൾ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ. എന്നും എൻ്റെ ജീവൻ്റെ ജീവനാ. അതെൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം. അനുഗ്രഹം ചൊരിഞ്ഞത് പൂജാരിയാണ്. കൈക്കുമ്പിളിൽ ചന്ദനം, പൂജാപുഷ്പങ്ങൾ, അതെല്ലാം ഏറ്റുവാങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിന് വിദൂര നഗരത്തിലാണ് പോയത്. അവിടെ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് വാങ്ങിയത് അച്ഛനാണ്. അയാളും അവളെ പ്രോത്സാഹിപ്പിച്ചു. പാരലൽ കോളേജ് അധ്യാപകനാണെങ്കിലും കവി എന്ന നിലയിൽ അപ്പോഴേക്കും അയാൾ അംഗീകരിക്കപ്പെട്ടിരുന്നു. അടുത്തു തന്നെ സർക്കാർ ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഒന്നിലേറെ PSC റാങ്ക് ലിസ്റ്റുകളിൽ അയാളുടെ പേരുണ്ടായിരുന്നു. അവൾ അയാൾക്ക് ആഴ്ചയിൽ 2ഉം 3ഉം കത്തുകൾ അയക്കുമായിരുന്നു. 3 മാസത്തെ ഇടവേള കഴിഞ്ഞു. അന്ന് വന്ന കത്തിനും പിറ്റേന്ന് തന്നെ അയാൾ മറുപടി എഴുതി. കത്തിലെഴുതിയ തിരക്കുകൾ പഠനകാലത്ത് സ്വാഭാവികമാണെന്നും അതോർത്ത് വ്യാകുലപ്പെടേണ്ടെന്നും അയാൾ എഴുതിയത് അവൾക്ക് ആശ്വാസമായി. തന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ആൾ തൻ്റെ ഭാഗ്യമാണെന്ന് അപ്പോഴും അവൾ വിശ്വസിച്ചു. ആ കത്തിൽ അയാളുടെ മേൽവിലാസം മാറുകയാണെന്ന വിവരവും ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് പോകുന്ന വേനലവധിക്കാലത്താണ് കഴിഞ്ഞ ഓണത്തിന് വന്ന കത്തിന് മറുപടി അയച്ചില്ലല്ലോ എന്നോർത്തത്. അപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ നൊന്തു. തിരിച്ചു ചെന്ന ഉടൻ മറുപടി എഴുതണമെന്ന് അവൾ തീരുമാനിച്ചു. ആ കത്തിനൊപ്പം 3 പ്രമുഖ ഓണപ്പതിപ്പുകളിൽ വന്ന കവിതയുടെ വിവരവും ഉണ്ടായിരുന്നു. അതുവരെയും അയാളുടെ കവിത വരുന്നവയൊക്കെ വാങ്ങി വായിക്കുകയും അതേപ്പറ്റി എഴുതുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ കുറേ നാളായി അതൊന്നും താൻ കാണാറും വായിക്കാറുമില്ലെന്നറിഞ്ഞ് അവൾ ഞെട്ടിപ്പോയി. അവൾ സ്വയം ശ്വാസിച്ചു. വേനലവധി കഴിഞ്ഞ് കോളേജിൽ ചെന്നതോടെ പതിവ് തിരക്കുകളിൽ മുഴുകി.
പിന്നീട് അടുത്ത വേനലവധിക്ക് കോഴ്സ് പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴേക്കും അയാളെ താനിങ്ങനെ മറക്കാൻ പാടുണ്ടായിരുന്നു എന്ന് അവൾ ആലോചിച്ചു. അയാൾക്ക് താനൊരു മഴവില്ലായിരുന്നു. മാനം തെളിഞ്ഞ് ഇപ്പോൾ മഴവില് മാഞ്ഞു പോയിട്ടുണ്ടാവുമോ? അയാളുടെ പുതിയ മേൽവിലാസം അപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നീട് എപ്പോഴോ അവളിൽ നിന്നും അയാളും നഷ്ടമായി. കൗണ്ടർ അടച്ച് പുറത്തിറങ്ങിയപ്പോൾ അയാളെ കാത്തെന്നോണം അവൾ നിൽപ്പുണ്ടായിരുന്നു. താടിയും മുടിയും നീണ്ടു വളർന്നുവെങ്കിലും അതൊക്കെ അയാളുടെ ഭംഗി കൂട്ടിയിട്ടേ ഉള്ളൂ എന്ന് തോന്നി. സുഖം തന്നെയാണോ? ശബ്ദത്തിന്റെ മുഴക്കം പഴയതുപോലെ തന്നെയെന്ന് അവൾക്ക് തോന്നി. അയാളുടെ കണ്ണുകൾ അവൾക്ക് പിന്നിലേക്ക് പരതുന്നത് കണ്ട് അവൾ പിടച്ചിലോടെ പറഞ്ഞു, ഭർത്താവും മോളും ഭജനപ്പുരയിലിരിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ആശീർവദിച്ച് കൂപ്പുകൈകളോടെ ബാക്കി നിന്ന ചോദ്യങ്ങൾക്ക് മീതെ അയാൾ നടന്നു നീങ്ങുമ്പോൾ അവൾ സാരിത്തുമ്പുകൊണ്ട് തുടച്ചിട്ടും കണ്ണീർ നിലച്ചിരുന്നില്ല.